السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت هو رب العرش العظيم. صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് പടച്ചവന് തഖ്വയുള്ള മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന മിമ്പറിൻ്റെ വസിയ്യത്ത് എല്ലാ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധമാക്കിയ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഹിജറ കലണ്ടറിലെ ആദ്യ മാസമാണ് മുഹറം. അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച മാസമാണ് മുഹറം മാസം. റമദാൻ വ്രതം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ള വ്രതമുള്ള മാസവും കൂടിയാണ് മുഹറം മാസം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസമാണ് മുഹറം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മദീന ഹിജറക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഒരു മുഹറം മാസത്തിലായിരുന്നു. നബിയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട കർബല യുദ്ധം നടന്നത് മുഹറം 10-നാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ വംശത്തെ ഫിറഔനിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ കടത്തിയത് അഥവാ അവരെ രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. നമുക്കറിയാം, ഇസ്രായേൽ വംശജരുടെ ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖിൻ്റെ പുത്രൻ യാക്കൂബിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ആ യാക്കൂബിന് 12 മക്കളായിരുന്നു നമുക്കറിയാം. ആ മക്കൾക്കാണ് ബനു ഇസ്രായേൽ സന്തതികൾ എന്ന് വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നത്, അല്ലേ? അവർ ഈജിപ്തിൽ എത്തിയ കഥ നമുക്കറിയാം. യൂസുഫ് നബിയെ കിണറ്റിലിട്ട് സഹോദരന്മാർ വഞ്ചിച്ച് യൂസുഫ് നബിയെ കിണറ്റിലിട്ടപ്പോൾ അതിലെ പോയ കച്ചവട സംഘങ്ങൾ അവരെ അദ്ദേഹത്തിന് കിട്ടുകയും സംഘങ്ങൾക്ക് അദ്ദേഹത്തെ ലഭിക്കുകയും അവർ അദ്ദേഹത്തെ ഈജിപ്തിലെ അടിമച്ചന്തയിൽ വിൽക്കുകയും ചെയ്യുകയുണ്ടായി. സംഭവ ചരിത്രം നമുക്കറിയാം. അങ്ങനെയാണ് അവർ പിന്നീട് നമുക്കറിയാം യൂസുഫ് നബി അവിടുത്തെ ഭക്ഷ്യമന്ത്രി ആയതും പിതാവിനെയും എല്ലാം അവിടേക്ക് കൊണ്ടുവന്നതും. അങ്ങനെയാണ് ഇസ്രായേലിയർ ഈജിപ്തിലെത്തുന്നത്. എന്നാൽ അവിടത്തെ സ്വദേശികളായ ഖിബ്തി, അതിൽപ്പെട്ട ഫിർഔൻ ഈ ഇസ്രായേല്യരെ അടിമകളാക്കി വെക്കുകയും അവർക്ക് പൗരാവകാശങ്ങൾ നിഷേധിക്കുകയും അവരെ ഭാരിച്ച ജോലികൾക്ക് നിയോഗിക്കുകയും ചെയ്തു. പിരമിഡ് നിർമ്മാണം പോലെയുള്ള തികച്ചും
ഈ കിബിത്തികളായ ഫിറഔനിൻ്റെ അടിമത്തത്തിലായിരുന്നു ഇസ്രായേലിയർ ജീവിച്ചിരുന്നത്. ഏകദേശം 3 നൂറ്റാണ്ട് ഈ അടിമത്തത്തിൽ വളരെ മോശമായ അവസ്ഥയിൽ അവർ കഴിഞ്ഞു. ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ഞാനാണ് റബ്ബ് എന്നുകൂടി പറഞ്ഞിരുന്ന ഫിർഔനിനെ യഥാർത്ഥ തൗഹീദിൻ്റെ പാന്താവിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും നിയോഗിക്കുന്നത്. പക്ഷേ ആ സമൂഹം അഥവാ ഈ ഫിർഔനും അവരുടെ കൂട്ടരും മൂസാ നബിയെ അംഗീകരിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, കൂടുതൽ ശിക്ഷകളും കൂടുതൽ അടിമത്വവും അവരുടെ മേലിൽ ചുമത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവസാനം റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാമിന് അവിടെ വിട്ടുപോകാൻ ഹിജ്റ പോകാൻ അള്ളാഹു അനുവാദം നൽകിയാണ്. പ്രഭാതോദയത്തിന് മുമ്പായിട്ട് ആ പ്രദേശം വിട്ടുപോകാനുള്ള അനുവാദം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൂസാ നബിയും ഇസ്രായേലി വംശജരും കടൽ കടക്കാൻ വേണ്ടിയുള്ള പുറപ്പാട് മണത്തറിഞ്ഞ ഫിറോൻ അവരെ പിന്തുടരുകയാണ് അല്ലേ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെ ആ ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ചരിത്രം അതിലെ സൂറത്ത് ഷുആറ, സൂറത്ത് ദുഹാനിലൊക്കെ പറയുന്നുണ്ട്. ثم أغرقنا الآخرين فأخرجناهم من جنات وعيون وكنوز ومقام كريم كذلك وأورثناها بني إسرائيل സൂറത്ത് ഷുആറ 57-58. അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ തോട്ടങ്ങളും അരുവികളും എല്ലാം അതേമാതിരി അവരുടെ നിധികളും അവരുടെ വലിയ കൊട്ടാരങ്ങളിൽ നിന്നൊക്കെ അവരെ നാം പുറത്തേക്ക് കൊണ്ടുവന്ന് നിന്ദ്യമായ രൂപത്തിൽ അവരെ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചു. സൂറത്ത് ദുഖാനിൽ പറയുന്നു, ഫമാ ബക്കത്ത് അലൈഹിമുസ്സമാഉ വൽ അർള്, ആകാശവും ഭൂമിയൊന്നും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അവരുടെ പ്രതാപം നഷ്ടപ്പെട്ടതിൽ ആരും ദുഃഖിച്ചിരുന്നില്ല. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഇതിൽ നമുക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. എന്താ ദൃഷ്ടാന്തം? അക്രമവും അനീതിയും നടത്തുന്നവർക്ക് വലിയൊരു താക്കീത് ഇതിലുണ്ട്, ഈ ചരിത്രത്തിലുണ്ട്. അഥവാ അവർക്ക് അധികകാലം ഇത് തുടരാൻ സാധിക്കില്ല. അവരുടെ അക്രമവും അനീതിയും നടത്തി കുറേ കാലം ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. അതിന് അള്ളാഹു ഒരു അറുതി വരുത്തുമെന്നാണ്. നമുക്ക് ഈ കോവിഡ് മഹാമാരി വന്നപ്പോഴും അതേമാതിരി വെള്ളപ്പൊക്കം വന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞപ്പോഴും ഒരുപാട് ആളുകളുടെ അഹങ്കാരത്തിന് അറുതി ഉണ്ടാക്കി. ചിലപ്പോൾ അള്ളാഹു അതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങളുണ്ടാവാം. ഒരുപാട് അഹങ്കാരങ്ങളിലായിരുന്നു മനുഷ്യൻ. ഇവിടെ സമ്പത്തിൻ്റെ, അധികാരത്തിൻ്റെ, ആൾബലത്തിൻ്റെ അഹങ്കാരത്തിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിലാണ് വലിയൊരു വെള്ളപ്പൊക്കം വന്ന് എല്ലാ പണക്കാരും എല്ലാ പാവപ്പെട്ടവരും ഒന്നിച്ചൊന്നായി ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും അഹങ്കാരം അസ്തമിച്ചു അല്ലേ. കോവിഡ് വന്നപ്പോഴും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. എന്താണ്? എല്ലാ പണക്കാരും നിസ്സഹായരായി പോവുകയാണ്. എല്ലാ പണവും സൗകര്യവും ശാസ്ത്രവിജ്ഞാനവും ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു അദൃശ്യമായ വൈറസിൻ്റെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന എല്ലാ അഹങ്കാരികളും മുട്ടുകുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അഹങ്കാരം മനുഷ്യന് യോജിച്ചതല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഒരു വലിയ സുദിനം ഈ ഇസ്രായേലിയർക്ക് വലിയൊരു സംഭവമായിരുന്നു. അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സുദിനത്തിൻ്റെ ഈ വിമോചന ദിനമായി അവർ ഇത് സുദിനത്തെ കാണുകയും അതിന് നന്ദി സൂചകമായി അവർ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. റസൂലുള്ളാഹിന്റെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു പാരമ്പര്യമായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവരും ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി മദീനയിൽ വന്നപ്പോൾ മദീന ജൂതർ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കാണ്ടായ കാരണം? ഇത് ഞങ്ങളുടെ വിമോചന ദിനമാണ്, ആഷൂറ നോമ്പ് അഥവാ മുഹറം 10 എന്നവർ പറയുകയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, മൂസാ നബിയോട് നിങ്ങളെക്കാൾ അടുത്തവർ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളും അന്ന് നോമ്പ് നോൽക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റു. പിന്നെ അങ്ങനെ റസൂലുള്ളാഹി മുഹറം 10 നബിയും അതേമാതിരി മുസ്ലിങ്ങളും ജൂതന്മാരും നോമ്പ് അനുഷ്ഠിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു, ഇത് ഇവർ ജൂതന്മാരോട് നമ്മൾ സമമായി വരുന്നുണ്ട് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇൻഷാ അള്ളാഹ് വൈദാക്കാനിൽ ആമൽ മുഖബിൽ ഇൻഷാ അള്ളാഹ് സുംന യൗമത്താസി, അടുത്ത വർഷം വരികയാണെങ്കിൽ നാം മുഹറം 9 നോമ്പ് നോൽക്കും എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ഇമാം നബവിയെ പോലുള്ള ആളുകൾ പറയുന്നത് മുഹറം 9 നോമ്പ് എന്ന് പറഞ്ഞാൽ ഖിലാഫുൽ യഹൂദ്,
ജൂതന്മാരുടെ എതിരാവലാണ്. അല്ലെങ്കിൽ 9-10 നോൽക്കണമെന്ന് പറഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ 10-11 നോൽക്കണമെന്ന് പറഞ്ഞ അഭിപ്രായമുള്ളവരുമുണ്ട്. ഏതായാലും മുഹറം 9 ഞാൻ നോൽക്കും അടുത്ത വർഷം എന്നൊരു റസൂലുള്ളാഹിൻ്റെ സഹിയായ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹറം 9 നോൽക്കലും നബിൻ്റെ ചര്യയാണ്. നബിൻ്റെ ചര്യ എന്ന് പറഞ്ഞാൽ വാക്ക്, നബിയുടെ വാക്ക്, നബിയുടെ പ്രവൃത്തി, നബിയുടെ അംഗീകാരം, ഇവക്കൊക്കെയാണ് നബിയുടെ ചര്യ എന്ന് പറയാം. അപ്പോൾ മുഹറം 9 നമ്മൾ നോൽക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മാസമാണ് മുഹറം. അള്ളാഹു പരിശുദ്ധമാക്കിയ മാസമാണ്, അശ്ഹുറുൽ ഹുറുമിൽപ്പെട്ട മാസമാണ്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. മുഹറമിൻ്റെ മറ്റൊരു വശം നമ്മൾ മനസ്സിലാക്കണം. അതെന്താണ്? മുഹറം അന്ധവിശ്വാസങ്ങളുടെ മാസവുമാണ്. മുഹറം 1 മുതൽ 10 വരെ നഹസിൻ്റെ ദിവസങ്ങളാണ്. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മുഹറം മാസം മറഞ്ഞു കണ്ടാൽ അത് ദുശ്ശകുനമാണ്, നമുക്ക് വല്ല ആപത്തും വരും. മുഹറം 1 മുതൽ 10 വരെ ചെല്ലാനുള്ള ഒരുപാട് ദിക്റുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഇതിനൊന്നും ഇസ്ലാമിൻ്റെ അടിസ്ഥാനമില്ല. അങ്ങനെ പ്രത്യേക ഒരു ദിക്റ് ചെല്ലാനൊന്നും മുഹറമിൽ മാസത്തിലായി പറഞ്ഞതായിട്ട് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേക ആചാരം, ഈ മുഹറം 9-10 വ്രതമാണ് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് പുണ്യകർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇന്ന പുണ്യകർമ്മം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. പിന്നെ ഈ അനാചാരങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്, അതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഹിജ്റ 61 നടന്ന കർബല യുദ്ധമാണ് ഇത്തരം അനാചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കർബല യുദ്ധത്തിൻ്റെ ചരിത്രം എന്ന് നമ്മൾ പഠിക്കേണ്ടത് നല്ലതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തോടു കൂടി ഇസ്ലാമിക ലോകത്തുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വം നമുക്കറിയാം, അല്ലേ? ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ ഖലീഫയായി അംഗീകരിക്കുകയും എന്നാൽ സിറിയയിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കാതിരിക്കുകയും അദ്ദേഹം സ്വയം ഖലീഫയായി പ്രഖ്യാപിക്കുകയും അവർ തമ്മിൽ യുദ്ധങ്ങളുണ്ടാകുകയും ചെയ്ത എല്ലാം സഹാബികളാണ്. രാഷ്ട്രീയ രംഗത്തുണ്ടായ ചില വിതർക്കങ്ങളാണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ അലി റളിയല്ലാഹുവിൻ്റെ വധത്തോടു കൂടി പിന്നീട് അവരുടെ മക്കളായ അലി റളിയല്ലാഹുവിൻ്റെ മക്കളായ ഹസൻ ഹുസൈനാണ് ഉള്ളത്. അവരാണ് ഖലീഫയായി വാഴേണ്ടത്. പക്ഷേ അതിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 40 ഈ സംഭവം. അദ്ദേഹം മുആവിയയുമായി സന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഖിലാഫത്തിൽ നിന്ന് ഒഴിവാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ഹിജ്റ 40 ശാന്തിയുടെ വർഷം, സമാധാനത്തിൻ്റെ വർഷം എന്നാണ് ആ വർഷം അറിയപ്പെടുന്നത്. അങ്ങനെ മുആവിയ ഭരണം നടത്തി. സന്ധ്യപ്രകാരം മുആവിയയുടെ മരണശേഷം ഖിലാഫത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അഥവാ ഹാഷിം കുടുംബത്തിലേക്ക് മാറേണ്ടതായിരുന്നു. പക്ഷേ ആ കരാർ പാലിക്കപ്പെട്ടിട്ടില്ല. മുആവിയ മരണപ്പെട്ടപ്പോൾ മുആവിയയുടെ മകനായ യസീദ് ബിൻ മുആവിയയാണ് ഖലീഫയായി വാഴുന്നത്. അങ്ങനെ യസീദ് ബിൻ മുആവിയയുടെ മകൻ യസീദ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂഫയിലെ ഗവർണർ അബ്ദുല്ലാഹി ബിൻ സിയാദിൻ്റെ ഭരണത്തിൽ കൂഫക്കാർ വളരെയധികം പ്രയാസപ്പെട്ടപ്പോൾ അവർ അന്ന് ജീവിച്ചിരിക്കുന്ന അലി റളിയല്ലാഹുവിൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന് കത്തെഴുതുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂഫയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകാം, നിങ്ങളെ ഞങ്ങൾ ഖലീഫയായി വാഴിക്കാം എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളാണ് അവർ നൽകിയത്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ വിശ്വസ്ത അനുയായികളായ 73 പേരോടൊപ്പം കൂഫയിലേക്ക് പുറപ്പെടുകയാണ്. അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന പ്രഗത്ഭനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ പോവരുത്. അങ്ങനെ ഇസ്ലാമിലൊരു കുഴപ്പത്തിന് നിങ്ങൾ തുടക്കമിടരുത്, അങ്ങനെ നിങ്ങൾ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞെങ്കിലും ഹുസൈൻ റളിയല്ലാഹു അൻഹു പോവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഇറാഖിലെ കർബല എന്ന സ്ഥലത്ത് വെച്ച് യസീദിൻ്റെ ഇറാഖിലെ ഗവർണറായ അബ്ദുല്ലാഹി ബിൻ സിയാദ് ഏറ്റുമുട്ടുകയാണ്. 30,000 പടയാളികളാണ് അബ്ദുല്ലാഹി ബിൻ സിയാദിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇപ്പുറത്തുള്ളത് 73 പേരാണ്. 73 പേരും കൊല്ലപ്പെടുകയാണ്, അല്ലേ? ഹിജ്റ 61 മുഹറം 10 വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. ക്രിസ്തുവർഷം 680 ഒക്ടോബർ 12 എന്ന് ചരിത്രകാരന്മാർ ഈ സംഭവം രേഖപ്പെടുത്തുന്നു. ഈ സംഭവത്തോടു കൂടിയാണ് ഇസ്ലാമിൽ ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കടന്നുകൂടിയത്. ഈ സംഭവത്തോടു കൂടി അലിയുടെ കക്ഷി എന്നൊരു കക്ഷി നിലവിൽ വരികയാണ്. ഷിയത്തു അലി എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നീട് അതിൽ നിന്ന് അലി ഒഴിവായി ഷിയാക്കൾ എന്ന പേരിൽ അത് അറിയപ്പെട്ടു. ഷിയത്ത് എന്ന കക്ഷി എന്നാണ്. ഇവരുടെ വാദങ്ങൾ എന്താണ്? ഷിയത്ത് അലിയുടെ വാദങ്ങൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം വീണതോടുകൂടി ഭൂമി മുഴുവനും അശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഭൂമിയിൽ സുജൂദ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശിരസ് നിരത്തി വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ പാടില്ല. അവർ കർബലയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് വെച്ചിട്ടാണ് അവർ സുജൂദ് ചെയ്യുന്നത്.
മുഹറം 10 ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വിലാപയാത്രയും ശരീരപീഡനവും ഒക്കെ ഇവർ നടത്തുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ് എന്ന് കൂട്ടിച്ചേർക്കുന്നു ഇവർ. അതോടൊപ്പം മദീന സിയാറത്തിന് വരുന്ന ഷിയാക്കൾ അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ലൗലാ സ്വാഹിബാക ലഖറബ്നാക, ദൂരെ നിന്നാണ് ഇവർ സലാം പറയുന്നത്. നിൻ്റെ സഹോദരൻ, നിൻ്റെ 2 സ്നേഹിതന്മാർ അഥവാ അബൂബക്കറും ഉമറും 2 ഭാഗത്തും ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. അബൂബക്കറും ഉമറും അലിയുടെ ഖിലാഫത്ത് തട്ടിയെടുത്തവരെന്നാണ് അവരുടെ വിശ്വാസം. അലി നബിയാണെന്ന് വരെ വാദിക്കുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഈ ഭാഗവും ഷിയാക്കളിലുണ്ട്. ഏതായാലും ഇതോടുകൂടി ഈ ഷിയാക്കളിൽ നിന്ന് വന്ന അന്ധവിശ്വാസങ്ങളാണ് നഹസിൻ്റെ ദിവസങ്ങളാണ് മുഹറം 1 മുതൽ 10 വരെ എന്നുള്ള വിശ്വാസം. അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അത് ദോഷകരമായ ദിവസങ്ങളാണ്, അശുഭകരമാണ് എന്ന് കലണ്ടറിൽ നഹസിൻ്റെ ദിവസങ്ങൾ മുസ്ലിം കലണ്ടറുകളിൽ നഹസിൻ്റെ ദിവസങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹൈന്ദവാചാരങ്ങളിൽ കാണുന്ന രാഹുകാലം ഒക്കെ മാതിരി അങ്ങനെ അശുഭകരമായ ദിവസങ്ങളായ നഹസിൻ്റെ ദിവസങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലേ. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ ഒരു പുരോഹിതൻ വന്ന് പറയാറുണ്ട്, ആ നഹസിൻ്റെ കലണ്ടർ ഒന്ന് എടുക്കി നിങ്ങൾ. അവരുടെ അടുത്ത് നഹസിൻ്റെ കലണ്ടറുണ്ട്. ആ നഹസിൻ്റെ കലണ്ടർ എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ വരെ അശുഭകരമായ ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇതാരാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വന്നതാണ്. ഇസ്ലാമിൽ ദിവസങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും ഒരേപോലെയാണ്. ഒരു ദിവസത്തിൽ ഒരാൾക്ക് ദോഷകരമായി വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ ദിവസത്തിൽ തന്നെ വേറെ ആളുകൾക്ക് അന്ന് നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹ്റ ഫഇന്നല്ലാഹു വദ്ദർ, കാലത്തെ നിങ്ങൾ കുറ്റം പറയരുത്. കാലം എന്ന് പറഞ്ഞാൽ പടച്ചവനാണ്. അതൊരു കാലത്തെ കുറ്റം പറഞ്ഞിട്ട് കാലദോഷം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾ പറയരുത് എന്നാണ്. മഹാനായ ഇമാം ഷാഫിൻ്റെ ഒരു പദ്യശകലമുണ്ട്. എന്താണത്? നഈബു സമാനന വൽഐബു ഫീന വലാലി സമാനിന ഐബുൻ സിവാന. നഈബു സമാനന, നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു. വൽ ഐബു ഫീന, കുറ്റം മുഴുവനും നമ്മളിലാണ്. നമ്മളുടെ കരങ്ങൾ പ്രവർത്തിച്ചു വെച്ചത് കൊണ്ടാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. വലാലി സമാനിന ഐബുൻ സിവാന, കാലത്തിന് നമ്മളല്ലാതെ വേറൊരു ഐബും ന്യൂനതയും വരുത്തി വെച്ചിട്ടില്ല, നമ്മളാണ് വരുത്തി വെച്ചത് എന്നാണ്. അപ്പം മറ്റ് വിപത്തുകൾ, കാലവിപത്തുകൾ വരുമ്പോൾ, വിപത്തുകൾ വല്ലതും വരുമ്പോൾ കാലഘട്ടത്തെ കുറ്റം പറയുന്നത്, കാലദോഷം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് പറയരുത് എന്നാണ്. കാലഘട്ടത്തിന് വല്ല ദോഷമുള്ളതായിട്ട് നമ്മൾ കാണരുത്. അപ്പോൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ളത് ഈ ഷിയ വിശ്വാസങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അചഞ്ചലമായ ദൈവവിശ്വാസമാണ് നമ്മൾ കൈമുതലാക്കേണ്ടത്. നമുക്ക് ഗുണവും ദോഷവും ഒക്കെ നൽകാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്നുള്ളൊരു ചിന്തയും ബോധവും നമുക്ക് എപ്പോഴും ഉണ്ടാക്കണം. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് അല്ലേ. നമ്മൾ ഈമാൻ കാര്യങ്ങൾ 6-ാമത്താണ്. വൽ ഖൈറു വശർറു മിനല്ലാഹ്, എപ്പോഴും അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നമസ്കാരാന്തരം നമ്മൾ പറഞ്ഞെന്താണ്? അള്ള നൽകിയതിനൊന്നിനെ തടയാൻ ആർക്കും സാധ്യമല്ല, അള്ള തടഞ്ഞതിനെ നൽകാനും സാധ്യമല്ല എന്നാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 129-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ്. ഇങ്ങനെ കാര്യങ്ങൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കാൻ പറയുമ്പോൾ അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ള മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാഹു, അള്ളാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല, എനിക്ക് അള്ളാഹു മതി, ഞാൻ അള്ളാഹുവിനാണ് എല്ലാ കാര്യങ്ങളും ബലമേൽപ്പിച്ചത്. അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം, അവനിലാണ് ഞാൻ തവക്കുലാക്കിയിട്ടുള്ളത്, അവനാണ് മഹാനായ അർഷിൻ്റെ ഉടമസ്ഥൻ എന്ന് നീ പറഞ്ഞേക്കുക എന്നാണ്. അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് മുഹറത്തിൻ്റെ 9-10 നോമ്പുകൾ നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ, നമസ്കാരത്തിന് ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും മഹത്വമേറിയ നമസ്കാരം എന്നാണ് ചോദിച്ചപ്പോൾ അസ്സലാത്തു ഫി ജൗഫിൽ ലൈൽ, അഥവാ തഹജ്ജുദ് നമസ്കാരമാണെന്ന് പറഞ്ഞു. അയ്യു സിയാമി അഫ്ളലു ബഅദ റമളാൻ, റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പേതാണെന്ന് ചോദിച്ചപ്പോൾ ഷഹ്റുല്ലാഹില്ലദീ തദ്ഊനഹു മുഹറം, നിങ്ങൾ മുഹറം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ മാസത്തിലുള്ള നോമ്പാണ്. അത് മുഹറം 9-10 നോമ്പുകളാണ്, ആശൂറ താസുവ നോമ്പുകളാണ് എന്ന് പറഞ്ഞു.
അതിനുള്ള പ്രതിഫലം പറയുന്നു. സിയാമു ആഷൂറ ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു. വേറൊരു ഹദീസിൽ കാണാം യുകഫിറ സനത്തൽ മാലിയ, കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ 2 വർഷങ്ങളിലെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒരു നോമ്പാണ് ഈ ആഷൂറ നോമ്പ് എന്നാണ്. യുക്കഫിറ സനത്തല്ലത്തി ഖബ്ലഹു, മുമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ്. മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ സുയിലാൻ സിയാമി ആഷുറ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു യുക്കഫിറു സനത്തൽ മാവിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. തെറ്റുകൾ പുറത്തു കിട്ടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്, അഭികാമ്യമായിട്ടുള്ളത്. എന്നാലേ നമ്മുടെ നന്മകൾക്ക് വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ തെറ്റുകളിൽ നിന്ന് വിമുക്തി നേടാനുള്ള അവസരങ്ങളാണ് ഇത്തരം സുന്നത്ത് നോമ്പുകൾ. ആ സുന്നത്ത് നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങൾ നൽകുക, പാവപ്പെട്ടവർക്ക് ഖുർആൻ പാരായണം നടത്തുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, തഹജ്ജുദ്, ളുഹാ പോലെയുള്ള നമസ്കാരങ്ങൾ. അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മൾ നേടിയെടുക്കുക. ഇതൊക്കെയാണ് മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. ഇതല്ലാതെ നബിയുടെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത ദിക്റുകൾ ചൊല്ലുവാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക ആചാരങ്ങൾ മുഹറം മാസത്തിൽ ഉണ്ടാക്കുവാനോ നമുക്ക് നിർവാഹമില്ല. റസൂലുള്ളാഹി അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. അത് അനാചാരങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. അപ്പോൾ ഏതാണ് ആചാരമെന്നും ഏതാണ് അനാചാരമെന്നും മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. അള്ളാഹു അത്തരം സത്യവിശ്വാസികൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ കുറ്റങ്ങൾ, ദോഷങ്ങൾ പഠിച്ച തമ്പുരാൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരന്മാർക്ക് പടച്ച തമ്പുരാൻ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാമാരിയുടെ ദുരിതത്തിൽ നിന്ന് അള്ളാഹു ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون.